ഹലോ ഓൾ, ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഡിജിറ്റൽ കോഡ്സിൻ്റെ MCQ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. എൻ്റെ പേര് ഷിജു. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. വാട്ട് ഈസ് ദ മെയിൻ ഫങ്ഷൻ ഓഫ് ദ സോഴ്സ് എൻകോഡർ ഇൻ എ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം? അപ്പോൾ ഒരു ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം ഞാൻ അടുത്ത സ്ലൈഡിൽ കാണിച്ചു തരാം കേട്ടോ. അതിൽ സോഴ്സ് എൻകോഡറിൻ്റെ ഫങ്ഷൻ എന്താണെന്നാണ് ചോദിക്കുന്നത്. സോഴ്സ് എൻകോഡർ എന്ത് ചെയ്യുന്നറിയോ? ഇറ്റ് റെഡ്യൂസ് നോയ്സ് ഇൻ ദ ചാനൽ. ഇല്ല, അതല്ല ചെയ്യുന്നത്. ഇറ്റ് കൺവേർട്ട് അനലോഗ് സിഗ്നൽസ് ടു ഡിജിറ്റൽ. അല്ല. ഇറ്റ് റെഡ്യൂസ് റിഡൻഡൻസി ആൻഡ് കംപ്രസ് ഡാറ്റ. സി ആണ് ഉത്തരം കേട്ടോ. അതെന്ത് ചെയ്യുന്നറിയോ? സോഴ്സ് എൻകോഡിംഗ് എന്ന് പറഞ്ഞ ആൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ അൺനെസസറി ആയിട്ടുള്ള ഇൻഫർമേഷനൊക്കെ റിമൂവ് ചെയ്തിട്ട് ഡാറ്റേനെ കംപ്രസ് ചെയ്യും. അപ്പോൾ ബാൻഡ് വിഡ്ത്ത് യൂസേജ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ അതായത് അവിടെ ചെയ്യുന്നത് PCM, അതായത് പൾസ് കോഡ് മോഡുലേഷൻ, ഹഫ്മാൻ കോഡിംഗ് എന്നിവയൊക്കെയാണ് അവിടെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ഒരു ബ്ലോക്ക് ഡയഗ്രാം ഓഫ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൻ്റെ ബ്ലോക്ക് ഡയഗ്രാമാണ് ഈ തന്നിട്ടുള്ളത്. ഇതിൽ ട്രാൻസ്മിറ്ററിൽ നോക്കൂ, ഇൻഫർമേഷൻ സോഴ്സ് വരുന്നുണ്ട്. അത് ആദ്യം സോഴ്സ് എൻകോഡറിലൂടെ പാസ് ചെയ്യും. അതായത് PCM ഒക്കെ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ കംപ്രസ് ചെയ്ത് ഡാറ്റനെ കംപ്രസ് ചെയ്ത് ആവശ്യമുള്ള ഇൻഫർമേഷൻ മാത്രം എടുത്ത് സോഴ്സ് എൻകോഡിങ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ചാനൽ എൻകോഡിങ് വരും. ചാനൽ എൻകോഡിംഗ് എന്ന് പറഞ്ഞാൽ അവിടെ എന്താ ചെയ്യുക? അവിടെ നമ്മൾ ഈ ഡാറ്റ ചെക്ക് ബിറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ, ഓക്കെ, അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കും. ചെക്ക് ബിറ്റ്സ്, CRC, ചിലപ്പോൾ സൈക്ലിക് റിഡൻഡൻസി കോഡായിരിക്കും, അങ്ങനത്തെ CRC ബിറ്റുകൾ ഒക്കെ ആഡ് ചെയ്തിട്ട് നമ്മൾ റിഡൻഡൻ്റ് ആയിട്ടുള്ള ബിറ്റുകൾ ആഡ് ചെയ്തിട്ട് എന്തിനാണ് അത് ആഡ് ചെയ്ത് കൊടുക്കുന്നത്? നമുക്ക് റിസീവറിലെത്തുമ്പോൾ ചെക്ക് ചെയ്യണം, എറർ ഫ്രീ ആയിട്ടാണോ, നോയ്സ് ഒന്നും ഇല്ലാണ്ടാണോ വന്നിട്ടുള്ളത്, ശരിക്ക് ഡാറ്റ കിട്ടിയോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ കുറച്ച് ചെക്ക് ബിറ്റ്സ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കും. അതാണ് ചാനൽ എൻകോഡിംഗ് എന്ന് പറയുന്നത്. അതിനുശേഷം മോഡുലേറ്ററിലൂടെ പാസ് ചെയ്യും. മോഡുലേറ്റർ എന്താണ് ചെയ്യുക? നമ്മുടെ ഇപ്പോൾ കിട്ടിയ സിഗ്നൽസിനെ മോഡുലേറ്റ് ചെയ്യും. ASKയോ PSKയോ ഒക്കെ മോഡുലേഷൻ ചെയ്തിട്ട് നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാവുന്ന രീതിയിലേക്കുള്ള ഒരു വേവ് ഫോം ആക്കി അതിനെ മാറ്റും. എന്നിട്ട് ചാനലിലൂടെയാണ് അത് ട്രാൻസ്മിറ്റ് ആവുക. ചാനലിലൂടെ ട്രാൻസ്മിറ്റ് ആയി ഡിമോഡുലേറ്ററിൽ എന്ത് ചെയ്യും? ഈ ASKനെ ഡിമോഡുലേറ്റ് ചെയ്തെടുക്കും, അല്ലെങ്കിൽ PSK സിഗ്നലിനെ ഡിമോഡുലേറ്റ് ചെയ്തെടുത്ത് ചാനൽ ഡീകോഡ് ചെയ്യും. ചാനൽ ഡീകോഡ് ചെയ്യുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക? അതിൻ്റെ ചെക്ക് ബിറ്റ്സ് വേറെ, ഡാറ്റ ബിറ്റ്സ് വേറെ ആക്കി നമ്മൾ ഡീകോഡ് ചെയ്തെടുക്കും. എന്നിട്ട് ബാക്കി കിട്ടുന്ന ഡാറ്റേനെ ഉണ്ടല്ലോ, അതിനെ സോഴ്സ് ഡീകോഡ് ചെയ്തെടുക്കും. ഓക്കെ, അപ്പോഴാണ് നമുക്ക് ഫൈനലി ഇൻഫർമേഷൻ കിട്ടുക കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. In a digital communication system, which block is responsible for mapping bits into signals suitable for transmission? നമ്മൾ ഇപ്പോൾ കണ്ട ബ്ലോക്കുകളിൽ ഏറ്റവും കറക്റ്റായിട്ടുള്ള ആൻസർ ഏതാണ്? ഒന്ന് ആലോചിച്ച് നോക്കൂ. മാപ്പിംഗ് ബിറ്റ്സ് ഇൻറ്റു സിഗ്നൽ സൂട്ടബിൾ ഫോർ ട്രാൻസ്മിഷൻ. സോഴ്സ് എൻകോഡർ ആണോ? അല്ല. അല്ലേ? ചാനൽ എൻകോഡർ ആണോ? അല്ല. സോഴ്സ് എൻകോഡർ എന്ത് ചെയ്യും? ഉള്ള ഡാറ്റനെ കംപ്രസ് ചെയ്യും. ചാനൽ എൻകോഡർ എന്ത് ചെയ്യും? പാരിറ്റി ബിറ്റ്സും ചെക്ക് ബിറ്റ്സ് ഒക്കെ ആഡ് ചെയ്തിട്ട് നോയ്സ് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ചെക്ക് ചെയ്യാനുള്ള വഴികൾ അതിൽ ഇട്ട് കൊടുക്കും. മോഡുലേറ്റർ എന്ത് ചെയ്യും? ട്രാൻസ്മിറ്റർ അല്ലെങ്കിൽ മോഡുലേറ്റർ എന്ത് ചെയ്യും? അതാണ് നമ്മുടെ ASK, FSK, PSK ഒക്കെ ചെയ്തിട്ട് നമ്മളെ വേവ് ഫോം, ട്രാൻസ്മിഷൻ മീഡിയത്തിലൂടെ പോവാൻ പറ്റുന്ന ഒരു വേവ് ഫോം ആക്കി എന്തിനെ മാറ്റുന്നത്? ഈ ഡിജിറ്റൽ ബിറ്റ് സ്ട്രീമിനെ മാറ്റുന്നത് കേട്ടോ. ഡിമോഡുലേറ്റർ അല്ല. അതെന്തായാലും സ്യൂട്ടബിൾ ഫോർ ട്രാൻസ്മിഷൻ എന്ന് പറയുമ്പോൾ എന്തായാലും ഡിമോഡുലേറ്റർ ആവില്ലല്ലോ. ഡിമോഡുലേറ്റർ റിസീവറിലുള്ള ആളല്ലേ. ഓക്കെ, അപ്പോൾ C ആണോ ഉത്തരം. അടുത്ത ചോദ്യം. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ചാനൽ എൻകോഡിംഗ് ഇൻ ദ ട്രാൻസ്മിറ്റർ? ചാനൽ എൻകോഡിങ്ങിൻ്റെ ആവശ്യം എന്താണ് അവിടെ ചെയ്യുക? ചാനൽ എൻകോഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരിറ്റി ചെക്ക്, അതേപോലെ തന്നെ എക്സ്ട്രാ ബിറ്റുകൾ ആഡ് ചെയ്ത് കൊടുക്കാൻ, ചെക്ക് ബിറ്റ്സ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അവിടെ ചെയ്യുന്നത് കേട്ടോ. ഇൻക്രീസ് ട്രാൻസ്മിഷൻ സ്പീഡ് അല്ല. റെഡ്യൂസ് ബാൻഡ് വിഡ്ത്ത് അല്ല. ആഡ് റിഡൻഡൻസി ടു ഡിറ്റക്റ്റ് ആൻഡ് കറക്റ്റ് എറേഴ്സ്, അതാണ് കൃത്യമായിട്ടുള്ള ഉത്തരം കേട്ടോ. കൺവേർട്ട് അനലോഗ് ടു ഡിജിറ്റലും അല്ല കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് എക്സ്പ്ലനേഷൻ ചെയ്യാൻ പറ്റുക? ചാനൽ എൻകോഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? പാരിറ്റി ചെക്ക്, ഹാമിംഗ് കോഡൊക്കെ അതിന് യൂസ് ചെയ്യാം. ഇറ്റ് ആഡ്സ് എക്സ്ട്രാ ബിറ്റ്സ് സോ ദാറ്റ് റിസീവർ ക്യാൻ ഡിറ്റക്റ്റ് ആൻഡ് കറക്റ്റ് എറേഴ്സ് കോസ്ഡ് ബൈ നോയ്സ് ഇൻ ദ ചാനൽ. ഓക്കെ, അടുത്ത ചോദ്യം. വാട്ട് ഡസ് ബാൻഡ് വിഡ്ത്ത് ഓഫ് എ ഡാറ്റ ട്രാൻസ്മിഷൻ സർക്യൂട്ട് ഡിഫൈൻ? ബാൻഡ് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? മാക്സിമം പവർ ട്രാൻസ്മിറ്റഡ് ആണോ? അല്ല. മാക്സിമം ഡാറ്റ റേറ്റ് ദാറ്റ് ക്യാൻ ബി ട്രാൻസ്മിറ്റഡ് ആണോ? അതെ. സിഗ്നൽ ടു നോയ്സ് റേഷ്യോ ആണോ? അല്ല. ഡിലേ ഇൻ ട്രാൻസ്മിഷനും അല്ല. അപ്പോൾ ബാൻഡ് വിഡ്ത്ത് ഇസ് ദ റേഞ്ച് ഓഫ് ഫ്രീക്വൻസി എ ചാനൽ ക്യാൻ ട്രാൻസ്മിറ്റ്. അക്കോർഡിംഗ് ടു ഷാനോൺസ് തിയറം, ഹയർ ബാൻഡ് വിഡ്ത്ത് അലൗസ് ഹയർ ഡാറ്റ റേറ്റ്സ്.
ഓക്കെ, ഷാനോൺ തിയറം വെച്ചിട്ട് ഹയർ ഡാറ്റ റേറ്റ് എന്ന് പറഞ്ഞാൽ ഹയർ ബാൻഡ് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ ഹയർ ഡാറ്റ റേറ്റ് ആണ്. ഓക്കെ, അതുകൊണ്ടാണ് ഇപ്പോൾ ഉള്ളത് ഏറ്റവും കറക്റ്റ് ഉത്തരത്തിനോട് അടുത്ത് നിൽക്കുന്നത് മാക്സിമം ഡാറ്റ റേറ്റ് ദാറ്റ് ക്യാൻ ബി ട്രാൻസ്മിറ്റഡ് എന്നാണ്. അതുകൊണ്ടാണ് നമ്മളത് കൊടുക്കുന്നത് കേട്ടോ. ഇപ്പോൾ റേഞ്ച് ഓഫ് ഫ്രീക്വൻസീസ് എ ചാനൽ ക്യാൻ ട്രാൻസ്മിറ്റ് എന്നൊരു ഉത്തരം കൂടി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അതാണ് ബാൻഡ് വിഡ്ത്ത്. ഓക്കെ, അടുത്ത ചോദ്യം, ക്രോസ് ടോക്ക് ഇൻ ഡാറ്റ ട്രാൻസ്മിഷൻ സർക്യൂട്ട്സ് ഇസ് കോസ്ഡ് ബൈ. ക്രോസ് ടോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? അഡ്ജസൻ്റ് ആയിട്ടുള്ള ലൈനുകൾ പോകുമ്പോൾ അതിൽ നിന്ന് ഇപ്പുറത്ത് പറയുന്ന ആള് അപ്പുറത്ത് കേൾക്കുന്ന അതിനെയാണ് ഈ ക്രോസ് ടോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അടുത്തടുത്തുള്ള ലൈനുകളിൽ ഉണ്ടാവുന്ന പ്രശ്നമാണ്. അപ്പോൾ റെസിസ്റ്റൻസ് ഇൻ ദ ലൈൻ കാരണമായിരിക്കുമോ? അല്ല, ലൈനിലുള്ള റെസിസ്റ്റൻസ് കാരണം ഉണ്ടാവാവുന്നത് അറ്റുന്വേഷൻ ആണ്. ഓക്കെ, ഇനി മാഗ്നറ്റിക് ഓർ ഇലക്ട്രിക് കപ്ലിംഗ് ബിറ്റ്വീൻ അഡ്ജസൻറ്റ് ലൈൻസ് ആണോ? അതെ, അഡ്ജസൻറ്റ് ലൈനുകൾ തമ്മിലുള്ള കപ്ലിംഗ് കാരണം ഉണ്ടാവുന്നതാണ്. എന്തൊക്കെ കപ്ലിങ്ങുകൾ ഉണ്ടാവാം? ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻ്റർഫറൻസ് അല്ലേ ഉണ്ടാവുക, അത് മാഗ്നറ്റിക്കും ആവാം ഇലക്ട്രിക്കും ആവാം. തെർമൽ അജിറ്റേഷൻ അല്ല, അതൊക്കെ നോയ്സ് ആണ്, ഇൻസഫിഷ്യൻറ്റ് ബാൻഡ് വിഡ്ത്തും അല്ല. അപ്പോൾ ക്രോസ് ടോക്ക് ഇസ് ദി അൺഡിസൈഡ് കപ്ലിംഗ് ഓഫ് സിഗ്നൽസ് ബിറ്റ്വീൻ അഡ്ജസൻറ്റ് സർക്യൂട്ട്സ് കോസിങ് ഇൻ്റർഫറൻസ്. ഓക്കെ, അപ്പോൾ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, വാട്ട് ഇസ് എ ടിപ്പിക്കൽ ഇഫക്റ്റ് ഓഫ് നോയ്സ് ഇൻ എ ഡിജിറ്റൽ ട്രാൻസ്മിഷൻ സിസ്റ്റം? എന്താണ് നോയ്സ് വരുമ്പോൾ എന്താ ഉണ്ടാവുക? അവിടെ കുറേ എറേഴ്സ് ഉണ്ടാവും അല്ലേ? അപ്പോൾ നോയ്സ് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ തെർമൽ നോയ്സ്, ഇമ്പൾസ് നോയ്സ്, കുറേ നോയ്സുകൾ ഉണ്ട് അല്ലേ? ക്രോസ് ടോക്ക്, അങ്ങനത്തെ നോയ്സുകൾ, ഇൻ്റർമോഡുലേഷൻ നോയ്സ്, അങ്ങനത്തെ കുറേ നോയ്സുകളുണ്ട്. നോയ്സ് എന്താണ്? നോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺവാണ്ടഡ് സിഗ്നൽസ്. ഈ അൺവാണ്ടഡ് ആയിട്ടുള്ള സിഗ്നൽസ് വന്നു കഴിഞ്ഞാൽ എന്താ അവിടെ ഉണ്ടാവുക? നമ്മൾ കൊടുക്കുന്ന ഡാറ്റയിൽ എറർ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. 0 ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ അത് റിസീവറിൽ എത്തുമ്പോൾ ചിലപ്പോൾ അത് 1 ആയി മാറും, ചിലപ്പോൾ 1 ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ റിസീവറിൽ എത്തുമ്പോൾ അത് 0 ആയി മാറും. ഓക്കെ, അപ്പോൾ എറേഴ്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതാണ് ഇഫക്റ്റ് ഓഫ് നോയ്സ് എന്ന് പറയുന്നത്. സിഗ്നൽ ആംപ്ലിഫിക്കേഷൻ ആണോ? അല്ല, ബിറ്റ് എറേഴ്സ്. ഓക്കെ, ഇൻക്രീസ്ഡ് ബാൻഡ് വിഡ്ത്ത് അല്ല, ഡിലേ റിഡക്ഷനും അല്ല. ഓക്കെ, ബിറ്റ് എറേഴ്സ് ഉണ്ടാവാനാണ് അവിടെ സാധ്യത ഉള്ളത്. അടുത്ത ചോദ്യം, ഡിലേ ഇൻ എ ഡാറ്റ ട്രാൻസ്മിഷൻ സർക്യൂട്ട് ക്യാൻ കോസ്. ഡിലേ ഉണ്ടായെന്ന് വയ്ക്കുക, ഡാറ്റ ട്രാൻസ്മിഷൻ സർക്യൂട്ടിൽ ഒരു ഡിലേ ഉണ്ടായി, പ്രൊപ്പഗേഷൻ ടൈം ഡിലേ ഉണ്ടായി, പ്രൊപ്പഗേഷൻ ഡിലേ ഉണ്ടായെങ്കിൽ അത് കാരണം എന്ത് പ്രശ്നം ഉണ്ടാവാം? ഡാറ്റ കംപ്രഷൻ ഉണ്ടാവുമോ? ഇല്ല. ടൈമിംഗ് എറേഴ്സ് ഇൻ സിങ്ക്രണസ് സിസ്റ്റം ഉണ്ടാവുമോ? ഉണ്ടാവാം. നിങ്ങൾ ശരിക്കും ആലോചിച്ച് നോക്കുക, ടൈമിംഗ് എററുകൾ ഉണ്ടാവാൻ സാധ്യതയില്ലേ? കാരണം എക്സസീവ് ഡിലേ ഉണ്ടായ ക്ലോക്കുകളൊക്കെ ആ അലൈൻമെൻറ്റ് തെറ്റും അല്ലേ? സിങ്ക്രണസ് ആയി പോയിക്കൊണ്ടിരിക്കേണ്ട കാര്യം സിങ്ക്രണസ് അല്ലാതെ ആവും അല്ലേ? അപ്പോൾ ടൈമിംഗ് എററുകൾ ഉണ്ടാവാം. ബി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം കേട്ടോ. ഇംപ്രൂവ്ഡ് നോയ്സ് ഇമ്മ്യൂണിറ്റി അല്ല, ഹയർ ഡാറ്റ ബിറ്റ് റേറ്റും അല്ല. അപ്പോൾ ഡിലേ ഓർ പ്രൊപ്പഗേഷൻ ടൈം അഫക്ട്സ് സിങ്ക്രണസ് സിസ്റ്റംസ് വെയർ ടൈമിംഗ് ബിറ്റ്വീൻ സെൻഡർ ആൻഡ് റിസീവർ ഇസ് ക്രിട്ടിക്കൽ. ഓക്കെ, സിങ്ക്രണസ് ആയിട്ടുള്ള സിസ്റ്റംസിൽ എന്താണ് ടൈമിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു മാസ്റ്റർ ക്ലോക്ക് വെച്ചിട്ട് ടൈമിംഗ് കറക്റ്റായിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ആ 0 അവിടെ നിന്ന് ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ ആ കറക്റ്റ് ക്ലോക്ക് പൾസിൽ അതേ 0 ഇവിടെ റിസീവ് ചെയ്യണം. അപ്പോൾ അവിടെ ഒരു ഡിലേ ഉണ്ടായാലോ? അവിടെ ടൈമിംഗ് എറർ ഉണ്ടായി, ചിലപ്പോൾ അടുത്ത ബിറ്റായിരിക്കും നമ്മൾ ഈ ബിറ്റാണെന്ന് വെച്ച് എടുക്കുന്നത്. അപ്പോൾ ക്ലോക്കുകളൊക്കെ മിസ്അലൈൻ ആയി പോവും, അപ്പോൾ എറേഴ്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അടുത്ത ചോദ്യം, അറ്റുനേഷൻ ഇൻ എ സർക്യൂട്ട് ഇസ് കോസ്ഡ് മെയിൻലി ബൈ. അറ്റുനേഷൻ ഉണ്ടാവാൻ കാരണം എന്താണ്? ക്രോസ് ടോക്ക് ആണോ? അല്ല, റെസിസ്റ്റൻസ് ഓഫ് ദ മീഡിയം. നമ്മൾ കുറച്ച് മുമ്പ് അത് പറഞ്ഞു അല്ലേ? റെസിസ്റ്റൻസ് ഓഫ് ദ മീഡിയം കാരണമാണ് അറ്റുനേഷൻ ഉണ്ടാവാൻ സാധ്യതയുള്ളത്. അറ്റുനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ആംപ്ലിഫിക്കേഷൻ്റെ ഓപ്പോസിറ്റ് ആണ് അറ്റുനേഷൻ എന്ന് പറയുന്നത്. 1 ബൈ ആംപ്ലിഫിക്കേഷനാണ് ഈ അറ്റുനേഷൻ എന്ന് പറയുന്നത്. ഡി ബിയിൽ പറയുമ്പോൾ ആംപ്ലിഫിക്കേഷൻ ഇൻ ഡി ബി എന്ന് പറയുന്നത് എന്താണ്? മൈനസ് ഓഫ് അറ്റുനേഷൻ ഇൻ ഡി ബി ആണ്. ഓക്കെ, അടുത്തത് ബാൻഡ് വിഡ്ത്ത് ലിമിറ്റേഷൻസ് ആണോ? അല്ല. സിഗ്നൽ എൻകോഡിങ്ങും അല്ല. സിഗ്നൽ ആംപ്ലിറ്റ്യൂഡ് ഡിക്രീസസ് ആസ് ഇറ്റ് ട്രാവൽസ് ഡ്യൂ ടു റെസിസ്റ്റീവ് ആൻഡ് ഡൈഇലക്ട്രിക് ലോസസ് ഇൻ ദ മീഡിയം. ഓക്കെ, ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞു വരുന്നതിനെയാണ് ഈ അറ്റുനേഷൻ എന്ന് പറയുന്നത്. അതിന് കാരണം എന്താണ്? ലോസ് ഉണ്ടാവുന്നതാണ്. ലോസ് എന്ത് കാരണമൊക്കെ ഉണ്ടാവാം? റെസിസ്റ്റൻസ്, മീഡിയത്തിൻ്റെ റെസിസ്റ്റൻസ് കാരണം ഉണ്ടാവാം. ഓക്കെ, ഡൈഇലക്ട്രിക് ലോസ് കാരണവും ഉണ്ടാവാം. അടുത്ത ചോദ്യം, ഡിലേ ഡിസ്റ്റോർഷൻ ഒക്കേഴ്സ് ഇൻ ട്രാൻസ്മിഷൻ ലൈൻ വെൻ. ഡിലേ ഡിസ്റ്റോർഷൻ എന്ന് പറയുന്ന സാധനം എന്താണ്? നമുക്കൊന്ന് വായിച്ചു നോക്കാം, എന്നിട്ട് ഇതിൽ പറ്റുന്ന ഉത്തരം ഏതാണെന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം കേട്ടോ. സിഗ്നൽ ആംപ്ലിറ്റ്യൂഡ് ഡിക്രീസസ്, ഡിലേ അപ്പോൾ സമയമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ സിഗ്നൽ ആംപ്ലിറ്റ്യൂഡാണ്, ആംപ്ലിറ്റ്യൂഡുമായിട്ട് ബന്ധമില്ല. ഡിഫറെൻറ്റ് ഫ്രീക്വൻസീസ് ട്രാവൽ അറ്റ് ഡിഫറെൻറ്റ് സ്പീഡ്സ്. കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നുണ്ട് ഇത് കറക്റ്റ് ആണെന്ന് അല്ലേ? നമുക്ക് അടുത്തും കൂടെ നോക്കി നോക്കാം. നോയ്സ് ഈസ് ആഡഡ്.
അതല്ല, എന്തായാലും അല്ല, ഈ എയും അല്ല കേട്ടോ. ബാൻഡ് വിഡ്ത്ത് ഈസ് ഹൈ, ഇതും അല്ല. അപ്പോൾ ബി ആണ് ഉത്തരം. ഓക്കെ, ഡിഫറെൻറ്റ് ഫ്രീക്വൻസീസ് ട്രാവൽ അറ്റ് ഡിഫറെൻറ്റ് സ്പീഡ്, അതുകൊണ്ട് ഡിലേ ഉണ്ടാവുന്നു, അതുകൊണ്ട് ഡിസ്റ്റോർഷൻ ഉണ്ടാവുന്നു. ഓക്കെ, അപ്പോൾ ഡിഫറെൻറ്റ് ഫേസ് വെലോസിറ്റീസ് ഓഫ് ഫ്രീക്വൻസി കോമ്പണൻസ് കോസ് ഡിസ്റ്റോർഷൻ ഇൻ ദ റിസീവ്ഡ് സിഗ്നൽ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. Which of the following is not a type of noise in data transmission? Data transmission നോയ്സ് അല്ലാത്തത് ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. തെർമൽ നോയ്സ് ആണ്. ഇന്റർമോഡുലേഷൻ നോയ്സ് ആണ്. ക്രോസ് ടോക്ക് തീർച്ചയായിട്ടും നോയ്സ് ആണ്. റിഫ്ലക്ഷൻ ഡിസ്റ്റോർഷൻ അങ്ങനെ ഒരു സാധനം, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നോയ്സ് അല്ല. അത് ഇമ്പിഡൻസ് മിസ്മാച്ച് കാരണം ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ് റിഫ്ലക്ഷൻ ഡിസ്റ്റോർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ reflection distortion is caused by impedance mismatch. It is not a noise source. Noises എന്തൊക്കെയാണ്? തെർമൽ നോയ്സ് ഉണ്ട്, ഇന്റർമോഡുലേഷൻ നോയ്സ് ഉണ്ട്, ക്രോസ് ടോക്ക് ഉണ്ട്, ഇമ്പൾസ് നോയ്സ് ഉണ്ട്. ഇതൊക്കെയാണ് നോയ്സുകൾ എന്ന് പറയുന്നത് കേട്ടോ. അടുത്തത്, which method can improve noise immunity in a data transmission circuit? Data transmission circuitൽ noise immunity improve ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? Using twisted pair or coaxial cables. അതൊരു കാര്യമാണ്. കാരണം ട്വിസ്റ്റഡ് പെയർസ് യൂസ് ചെയ്യുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുക? അവിടെ EMI ക്യാൻസൽ ആവും. ഓക്കെ, അങ്ങനെ ഒരു കാര്യമുണ്ട്. കോആക്സിയൽ കേബിൾസ്, ഷീൽഡഡ് കേബിൾസ് ഒക്കെ ഉപയോഗിക്കുമ്പോഴും എക്സ്റ്റേണൽ ഇൻ്റർഫറൻസ് ക്യാൻസൽ ആവാൻ വരുന്നില്ല, പ്രിവെൻ്റ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊരു നല്ല ഓപ്ഷനാണ്. ഇനി യൂസിങ് ഹയർ ബാൻഡ് വിഡ്ത്ത്, അങ്ങനെ നോയ്സ് ഇമ്മ്യൂണിറ്റി ഉണ്ടാവില്ല ബാൻഡ് വിഡ്ത്തുമായിട്ട് ബന്ധപ്പെട്ട്. ഇൻക്രീസിങ് ട്രാൻസ്മിഷൻ ഡിസ്റ്റൻസ് കൂടുന്തോറും നോയ്സ് കയറി വരാൻ സാധ്യത കൂടുതലല്ലേ. റെഡ്യൂസിങ് മോഡുലേഷൻ ഓർഡർ, അതൊന്നും അല്ല. ഫസ്റ്റ് വൺ ആണ്. യൂസിങ് ട്വിസ്റ്റഡ് പെയർ ഓർ കോആക്സിയൽ കേബിൾസ് ആണ് ഉത്തരം. ഷീൽഡഡ് ആൻഡ് ട്വിസ്റ്റഡ് കേബിൾസ് പ്രിവെന്റ് എക്സ്റ്റേണൽ ഇന്റർഫറൻസ്, ഇംപ്രൂവിങ് നോയ്സ് ഇമ്മ്യൂണിറ്റി. അടുത്ത ചോദ്യം, ദ ബോർഡർ കോഡ് ഇസ് എ. ബോർഡർ കോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നമ്മൾ ആദ്യം പണ്ട് കാലത്ത് ടെലിപ്രിന്റേഴ്സിലൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു കോഡാണ്. അതൊരു 5 ബിറ്റ് കോഡാണ് കേട്ടോ. ബോർഡർ കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു 5 ബിറ്റ് കോഡാണ്. ഇറ്റ് ഈസ് വൺ ഓഫ് ദ ഏർലിയസ്റ്റ് ഡിജിറ്റൽ കോഡ്സ് യൂസ്ഡ് ഇൻ ടെലിപ്രിന്റേഴ്സ്. ഇറ്റ് യൂസസ് 5 ബിറ്റ്സ് പെർ ക്യാരക്ടർ, allowing 32 കോമ്പിനേഷൻസ്. സ്പെഷ്യൽ ഷിഫ്റ്റ് കോഡ്സ് allow for letters and figures. ഓക്കെ, അപ്പം നമ്മുടെ ഇപ്പോഴും കീബോർഡുകളിൽ നമ്മളിപ്പോൾ 1ൻ്റെ മുകളിൽ, എനിക്കിപ്പോൾ എൻ്റെ കീബോർഡിൽ 1ൻ്റെ മുകളിൽ എക്സ്ക്ലമേറ്ററി മാർക്ക് കാണാം, 2ൻ്റെ മുകളിൽ ആറ്റ് സിമ്പിൾ കാണാം, അപ്പോൾ 3യുടെ മുകളിൽ ഹാഷ് കാണാം. അപ്പം ഞാൻ എങ്ങനെ ഈ ഹാഷ് ഒക്കെ എടുക്കുക? ഞാൻ ഷിഫ്റ്റ് അടിച്ചിട്ട് 3 അടിക്കും അല്ലേ. അതേപോലെ തന്നെ പണ്ടും ഈ 5 ബിറ്റ് വെച്ചിട്ട് നമുക്ക് എന്തോരം 32 കോമ്പിനേഷൻസ് അല്ലേ പറ്റുള്ളൂ. പക്ഷേ ഇപ്പോൾ 11 എന്ന് പറയുന്നത് ശരിക്കും ബോർഡർ കോഡിൽ എയും ആവാം, ഹാഷും ആവാം, ഇതും ആവാം, അണ്ടർലൈനും ആവാം കേട്ടോ, ഇതും ആവാം. അപ്പോൾ അണ്ടർസ്കോർ ഇതും ആവാം. അപ്പോൾ ഇതിലേത് ചൂസ് ചെയ്യണം എന്ന് അറിയണമെങ്കിൽ ഷിഫ്റ്റ് എങ്ങനെയാണ് ഇരിക്കണം എന്ന് അറിയണം. ഓക്കെ, ഷിഫ്റ്റ് ഓൺ ആണോ ഷിഫ്റ്റ് ഓഫ് ആണോ? ഷിഫ്റ്റ് ഓൺ ആണെങ്കിൽ ഒന്നെടുക്കും, ഷിഫ്റ്റ് ഓഫ് ആണെങ്കിൽ മറ്റൊന്നെടുക്കും. മനസ്സിലായല്ലോ? അതേപോലെ നമ്മുടെ ഷിഫ്റ്റ് പോലെ തന്നെ നമ്മൾ 1 വെറുതെ പ്രസ് ചെയ്താൽ 1 വരും, ഷിഫ്റ്റും 1 കൂടെ പ്രസ് ചെയ്താൽ എക്സ്ക്ലമേറ്ററി മാർക്ക് വരും. അതുപോലെ തന്നെ ഷിഫ്റ്റ് സ്പെഷ്യൽ ഷിഫ്റ്റ് കോഡും കൂടെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ലെറ്റേഴ്സും ഫിഗേഴ്സും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ കൂടുതൽ കോമ്പിനേഷൻസ് അലൗ ചെയ്യുന്നു മാത്രം. ഓക്കെ, അടുത്ത ചോദ്യം, ഹൗ മെനി ക്യാരക്ടേഴ്സ് ക്യാൻ എ 5 ബിറ്റ് ബോർഡർ കോഡ് റെപ്രസെന്റ് വിത്തൗട്ട് ഷിഫ്റ്റ് ക്യാരക്ടേഴ്സ്? ഷിഫ്റ്റ് ക്യാരക്ടേഴ്സ് ഇല്ലെങ്കിൽ എന്തോരുണ്ട്? 2⁵5 ക്യാരക്ടേഴ്സ് റെപ്രസെന്റ് ചെയ്യുക അല്ലേ. എത്ര എണ്ണ? 2⁵5 എന്ന് പറഞ്ഞാൽ 32 ആണ്. അപ്പോൾ ബി ആണ് ഇവിടെ കൃത്യമായിട്ടുള്ള ഉത്തരം. അടുത്ത ചോദ്യം, സ്റ്റാൻഡേർഡ് ആസ്കി യൂസസ് ഹൗ മെനി ബിറ്റ്സ് പെർ ക്യാരക്ടർ? സ്റ്റാൻഡേർഡ് ആസ്കി എത്രയാണ്? സ്റ്റാൻഡേർഡ് ആസ്കി 7 ബിറ്റ്സ് ആണ് കേട്ടോ. 7 ബിറ്റ് ആസ്കി എന്ന് മനസ്സിലിങ്ങനെ പഠിച്ചു വെക്കുക. 7 ബിറ്റ് ആസ്കി ആണ്. ഓക്കെ, അപ്പോൾ 7 ബിറ്റ് ആസ്കി കോഡാണ്. അതിനകത്ത് 2�7 എത്രയാണ്? 128 ക്യാരക്ടേഴ്സ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി എക്സ്റ്റെൻഡഡ് ആസ്കി എന്ന് പറഞ്ഞൊരു സംഭവം കൂടിയുണ്ട്. അതിനകത്ത് 8 ബിറ്റാണ്. ഓക്കെ, എക്സ്റ്റെൻഡഡ് ആസ്കി 8 ബിറ്റാണ്. അതിൽ 256 ക്യാരക്ടേഴ്സ് ഉണ്ട്. സ്റ്റാൻഡേർഡ് ആസ്കി 7 ബിറ്റ് ആണ്. 7 ബിറ്റ് സ്റ്റാൻഡേർഡ് ആസ്കി എന്ന് മനസ്സിൽ പഠിച്ചു വയ്ക്കുക. അപ്പോൾ സ്റ്റാൻഡേർഡ് ആസ്കി എന്ന് ചോദിച്ചാൽ അപ്പോൾ 7 ബിറ്റ് എന്ന് വരണം. എക്സ്റ്റെൻഡഡ് ആകുമ്പോൾ ഒന്നും കൂടെ കൂടി, അപ്പോൾ 8 ബിറ്റായി. ഓക്കെ, അടുത്ത ചോദ്യം, ഹൗ മെനി ബിറ്റ്സ് ഡസ് എബ്സിഡിസ് കോഡ് യൂസ് പെർ ക്യാരക്ടർ? എബ്സിഡിക് കോഡിൽ എത്ര ബിറ്റ്സ് ആണ് ഉപയോഗിക്കുക? എബ്സിഡിക് കോഡിൽ എത്രയാണ്? 8 ബിറ്റ്സ് ആണ് കേട്ടോ. അപ്പോൾ ഇറ്റ് യൂസസ് 8 ബിറ്റ്സ് പെർ ക്യാരക്ടർ പ്രൊവൈഡിങ് 256 പോസിബിൾ ക്യാരക്ടേഴ്സ്. അടുത്തത്, പാരിറ്റി ചെക്ക് ക്യാൻ ഡിറ്റക്ട്. പാരിറ്റി ചെക്കിന് എന്തൊക്കെ ടൈപ്പ് ഓഫ് എറേഴ്സ് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും? സിംഗിൾ ബിറ്റ് എറർ, ഡബിൾ ബിറ്റ് എറർ, എറേഴ്സ് റിലയബിളി, burst errors, all type of errors.
പാരിറ്റി ബിറ്റിന് എത്ര എറേഴ്സ് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും? ആകെ ഒരു ബിറ്റ് എററേ അതിന് ഡിറ്റക്ട് ചെയ്യാൻ തന്നെ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ പാരിറ്റി ചെക്ക് ഡിറ്റക്ട്സ് ഓൺലി സിംഗിൾ ബിറ്റ് എറേഴ്സ് റിലയബിളി. ഡബിൾ ബിറ്റ് എറേഴ്സ് മേ ഗോ അൺഡിറ്റക്റ്റഡ്. ഡബിൾ ബിറ്റ് എറേഴ്സ് ആണെങ്കിൽ അൺഡിറ്റക്റ്റ് ആയി പോവും. പാരിറ്റി ചെക്കിന് സിംഗിൾ ബിറ്റ് എറേഴ്സ് മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ, ഡിറ്റക്ട് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ കേട്ടോ. അടുത്ത ചോദ്യം, ഹൗ ഡസ് CRC ഡിറ്റക്ട് എറർ? CRC എന്താണ്? സൈക്ലിക് റിഡൻഡൻസി കോഡ്. അതിൽ എങ്ങനെയാണ് എറേഴ്സ് ഡിറ്റക്ട് ചെയ്യുന്നത്? അതായത് അതെങ്ങനെയാണ് ഡിറ്റക്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ജനറേറ്റർ പോളിനോമിയൽ എന്ന് പറഞ്ഞൊരാളുണ്ട് കേട്ടോ. അയാളാണ് ഡിവൈസർ. ഇയാളൊരു ഡിവൈസറാണ്. നമ്മുടെ ഡാറ്റ ഉണ്ടല്ലോ, ഡാറ്റനെ ഈ ഡിവൈസർ വെച്ചിട്ട്, ജനറേറ്റർ പോളിനോമിയൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്യും. മോഡുലോ 2 ഡിവിഷൻ നടത്തും നമ്മളിവിടെ. ഓക്കെ, ഇതാണല്ലോ, ബൈനറി ആണല്ലോ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഒരു റിമൈൻഡർ കിട്ടില്ലേ? ഓക്കെ, ആ റിമൈൻഡർ ആണ് നമ്മുടെ CRC എന്ന് പറയുന്നത്. ഓക്കെ, CRC ബിറ്റ് എന്ന് പറയുന്ന സാധനം അതാണ്, ചെക്ക് ബിറ്റാണത്. ആ CRC ബിറ്റിനെ നമ്മൾ ഡാറ്റയുടെ കൂടെ അപ്പൻഡ് ചെയ്ത് വെക്കും. CRCനെ അപ്പൻഡ് ചെയ്യും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ CRCയും ഡാറ്റയും കൂടെ അപ്പൻഡ് ചെയ്തിട്ടുള്ള ഈ സാധനമാണ് ട്രാൻസ്മിറ്റ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഇത് ട്രാൻസ്മിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് റിസീവ് ചെയ്തല്ലോ, റിസീവ് ചെയ്യുമ്പോൾ ഒരു സാധനം കിട്ടി. ആ സാധനം ഈ ശരിക്കും പറഞ്ഞാൽ ഡാറ്റേനെയും CRCനെയും കൂടെ അപ്പൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഈ ജനറേറ്റർ പോളിനോമിയൽ വെച്ച് ഡിവൈഡ് ചെയ്താൽ അതിൻ്റെ ആൻസർ 0 ആയിരിക്കും. ഓക്കെ, അത് എക്സാക്ട്ലി ഡിവിസിബിൾ ആയിരിക്കും. ഓക്കെ, എന്നിട്ട് ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് അപ്പോൾ ഇത് ചെക്ക് ചെയ്താൽ പോരെ? കിട്ടുന്ന സാധനം, റിസീവ്ഡ് ആയിട്ടുള്ള സിഗ്നൽ, റിസീവ്ഡ് ആയിട്ടുള്ള ഡാറ്റ, അതായത് അതിനകത്ത് CRC ബിറ്റും ഉണ്ട്, അതൊക്കെ കൂടെ ഉള്ള ഡാറ്റേനെ എന്ത് ചെയ്യും? ജനറേറ്റർ പോളിനോമിയലുമായിട്ട് ഒന്നും കൂടെ ഡിവൈഡ് ചെയ്ത് നോക്കും. ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ റിമൈൻഡർ എന്ത് കിട്ടണം? 0 കിട്ടണം. 0 കിട്ടിയാൽ എറർ ഇല്ല, രക്ഷപ്പെട്ടു. 0 കിട്ടിയില്ലെങ്കിലോ എറർ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് പരിപാടി. CRC എന്ന് പറഞ്ഞാൽ പരിപാടി ഇതാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊന്ന് നോക്കി നോക്കാം എന്തൊക്കെയാണ് ഓപ്ഷൻസ് തന്നിട്ടുള്ളത്. ബൈ കൗണ്ടിങ് വൺസ് അല്ല, ബൈ ഡിവൈഡിങ് ഡാറ്റ ബൈ എ ജനറേറ്റർ പോളിനോമിയൽ ആൻഡ് ചെക്കിംഗ് ദ റിമൈൻഡർ, അതെ. ബൈ ആഡിങ് പാരിറ്റി ബിറ്റ്സ്, പാരിറ്റി അല്ല ഇവിടെ. ബൈ കമ്പയറിങ് ആസ്കി കോഡ്, അതും അല്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടെ നടക്കുക. CRCക്കകത്ത് സൈക്ലിക് റിഡൻഡൻസി ചെക്കിൽ ഇങ്ങനെയാണ് ചെയ്യുക കേട്ടോ. അടുത്ത ചോദ്യം, CRC ഈസ് ബെറ്റർ ദാൻ പാരിറ്റി ചെക്ക് ബിക്കോസ് CRC പാരിറ്റി ചെക്കിനെക്കാട്ടിലും നല്ലതാണ്. എന്തുകൊണ്ടാണ്? ഇറ്റ് സിംപിളർ. അത്ര സിമ്പിൾ അല്ലത്. പാരിറ്റി ചെക്കാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ളത്. സിമ്പിൾ അല്ല. ഇറ്റ് ക്യാൻ ഡിറ്റക്ട് മൾട്ടിപ്പിൾ ബിറ്റ് ആൻഡ് ബേസ്റ്റ് എറേഴ്സ്. അത് ശരിയാ. ഇതിന് മൾട്ടിപ്പിൾ ബിറ്റ് എറേഴ്സും ബേസ്റ്റ് എറേഴ്സ് ഒക്കെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ഇറ്റ് യൂസസ് ഫ്യൂവർ ബിറ്റ്സ്. CRC ബിറ്റും കൂടെ അപ്പൻഡ് ചെയ്തിട്ട് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കുറേ ബിറ്റുകൾ അവിടെ ഉപയോഗിക്കുക. ഇതല്ല, ഇറ്റ് എൻക്രിപ്റ്റ്സ് ഡാറ്റ, അതുമല്ല. ഓക്കെ, അപ്പോൾ അൺലൈക്ക് പാരിറ്റി, CRC ക്യാൻ ഡിറ്റക്ട് മൾട്ടിപ്പിൾ ബിറ്റ് എറേഴ്സ് ആൻഡ് ബേസ്റ്റ് എറേഴ്സ്, മേക്കിംഗ് ഇറ്റ് മോർ റോബസ്റ്റ് ഫോർ റിലയബിൾ ട്രാൻസ്മിഷൻ. അപ്പോൾ ബേസ്റ്റ് എറേഴ്സ് എന്താണെന്ന് അറിയാമല്ലോ അല്ലേ? ബേസ്റ്റ് എറേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഞാനൊരു 100,101 ഇത് ട്രാൻസ്മിറ്റ് ചെയ്തു എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ എൻ്റെ ഇത്രയും ഡാറ്റ കറക്റ്റായി. ഞാൻ റിസീവ് ചെയ്തപ്പോൾ 10,10,11 എന്നാണ് എനിക്ക് കിട്ടിയത്. അതായത് 10, ഈ 1ഉം 0യും കറക്റ്റായിട്ട് വന്നു. 1ഉം 0യും കറക്റ്റായിട്ട് വന്നു. ഇനി 0, 1, 0ന് പകരം എനിക്ക് വന്നത് എന്താ? ഈ 0യ്ക്ക് പകരം 1, 1ന് പകരം 0, 0യ്ക്ക് പകരം 1. ഇത് തെറ്റിപ്പോയി. ഓക്കെ, അപ്പോൾ കോൺസിക്യൂട്ടീവായിട്ട് മൾട്ടിപ്പിൾ ബിറ്റ്സ് തെറ്റുക, അതിനെയാണ് ഈ ബേസ്റ്റ് എറർ എന്ന് പറയുന്നത്. ഓക്കെ, മൾട്ടിപ്പിൾ ബിറ്റ് എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലിപ്പോൾ ഈ 100,101 തന്നെ ഞാൻ ട്രാൻസ്മിറ്റ് ചെയ്തപ്പോൾ എനിക്ക് ചിലപ്പോൾ ഇങ്ങനെ കിട്ടിയെന്ന് വിചാരിക്കാം. ഓക്കെ, അതായത് 1 ട്രാൻസ്മിറ്റ് ചെയ്തപ്പോൾ 0 വന്നത്, അവിടെ ഒരു എറർ വന്നു കേട്ടോ. 0 തന്നെയാണ്, കുഴപ്പമില്ല. 0 വീണ്ടും 1 ആയി, അടുത്ത എറർ വന്നു. ഇനി 1 വീണ്ടും 1 തന്നെയാണ്, വലിയ കുഴപ്പമില്ല. പക്ഷേ 1 വീണ്ടും 1 ആണ്, 0 തന്നെയാണ്, അടുത്ത 1 തന്നെയാണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു? 2 എററുകൾ പലയിടത്തായിട്ട് നോൺ കോൺസിക്യൂട്ടീവ് ആയിട്ട് വന്നു. ഓക്കെ, അപ്പോൾ അതിനെയാണ് മൾട്ടി ബിറ്റ് എറർ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അതിൽ ബേസ്റ്റ് എറർ എന്ന് പറഞ്ഞാൽ കോൺസിക്യൂട്ടീവ് ആയിട്ട് ബിറ്റ്സ് വരുമ്പോൾ, ബേസ്റ്റ് എറർ അല്ലാത്ത മൾട്ടിപ്പിൾ ബിറ്റ് എറേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ബിറ്റുകൾ പലയിടങ്ങളിലായിട്ട് നോൺ കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള എറേഴ്സ് വരുമ്പോഴാണ് മൾട്ടിപ്പിൾ ബിറ്റ് എറേഴ്സ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, അതൊക്കെ CRCക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും കേട്ടോ. കാരണം ഡിവൈഡ് ചെയ്ത് 0 അല്ലാന്ന് കണ്ടാൽ നമുക്ക് മനസ്സിലാവുമല്ലോ അവിടെയൊക്കെ എറർ ഉണ്ടെന്ന്.
ഓക്കെ, അടുത്തത് ഇൻ CRC എക്സ്ട്രാ ബിറ്റ്സ് ആഡഡ് ആർ കോൾഡ്. എന്താണ് എക്സ്ട്രാ ബിറ്റിനെ വിളിക്കുക? CRC ബിറ്റ് എന്നാണ് വിളിക്കുക കേട്ടോ. പാരിറ്റി ബിറ്റ് എന്നാണോ? അല്ല. ചെക്ക് ബിറ്റ് ഓർ CRC ബിറ്റ്സ്, അതെ. ഡാറ്റ ബിറ്റ്സ് അല്ല, കൺട്രോൾ ബിറ്റ്സ് അല്ല. ഓക്കെ, അപ്പോൾ CRC ബിറ്റ് അല്ലെങ്കിൽ ചെക്ക് ബിറ്റ് എന്നാണ് അതിനെ വിളിക്കുക. അടുത്ത ചോദ്യം, വൺ മെയിൻ അഡ്വാൻറ്റേജ് ഓഫ് എപ്സിഡിക് ഓവർ ASCII ഈസ്. എപ്സിഡിക്കിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്? ഇത് എപ്സിഡിക് കോഡ് ഉണ്ടാക്കിയത് തന്നെ എന്തിനാണ്? IBM മെയിൻ ഫ്രെയിംസുമായിട്ട് കമ്പാറ്റബിൾ ആവാൻ വേണ്ടിയിട്ടാണ് എപ്സിഡിക് കോഡ് ഉണ്ടാക്കിയത് തന്നെ. ഓക്കെ, സിംപിൾ ഡിസൈൻ അല്ല, കമ്പാറ്റബിലിറ്റി വിത്ത് IBM മെയിൻ ഫ്രെയിംസ്. ഓക്കെ, സ്മോളർ കോഡ് സൈസ് അല്ല, വർക്ക്സ് വിത്ത് മോഡേൺ PCസും അല്ല. മോഡേൺ PCസിലൊക്കെ EBCDIC അല്ല യൂസ് ചെയ്യുന്നത്. EBCDIC is specifically designed for IBM mainframes and legacy systems, while ASCII dominates PCs and modern devices. ASCII ആണ് നമ്മളൊക്കെ യൂസ് ചെയ്യുന്നത്. നമ്മൾ ലാബിൽ ചെയ്യുമ്പോഴൊക്കെ ASCII കോഡ്സ് അല്ലേ നമ്മൾ എഴുതാറുള്ളത്, എഴുതുകയും പഠിക്കുകയൊക്കെ ചെയ്യുന്നത്. ഓക്കെ, അടുത്തത്, which digital code is most suitable for telex communication? telex communication ഏറ്റവും നല്ലത് ഏതാണ്? നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിരുന്നു കുറച്ച് മുമ്പ്. ടെലെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെലിപ്രിൻ്റർ, ടെലെക്സ് സിസ്റ്റംസിലൊക്കെ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്നത് ഏതാണ്? ബോർഡഡ് കോഡാണ്. ഓക്കെ, ഇറ്റ് ഈസ് എ 5-bit കോഡ് ഹിസ്റ്റോറിക്കലി യൂസ്ഡ് ഇൻ ടെലിപ്രിൻ്റേഴ്സ് ആൻഡ് ടെലെക്സ് സിസ്റ്റംസ്. ഓക്കെ, അടുത്തത്, ഹാമിംഗ് കോഡ് ഇസ് യൂസ്ഡ് ഫോർ. ഹാമിംഗ് കോഡ് എന്തിനാണ് ഉപയോഗിക്കുക? പാരിറ്റി എന്തിനാണ് ഉപയോഗിക്കുക? പാരിറ്റി കോഡ് എറർ ഡിറ്റക്ഷൻ ആണ്, സിംഗിൾ ബിറ്റ് എറർ ഡിറ്റക്ഷൻ ആണ് ഉപയോഗിക്കുക. ഹാമിംഗ് കോഡ് എന്തിനാണെന്ന് അറിയോ? സിംഗിൾ ബിറ്റ് എറർ ഡിറ്റക്ഷനും പറ്റും, കറക്ഷനും പറ്റും അതിൽ. ഓക്കെ, അപ്പോൾ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ സിംഗിൾ ബിറ്റ് എറർ ഡിറ്റക്ഷൻ ആൻഡ് കറക്ഷൻ. ഓക്കെ, ഇറ്റ് ക്യാൻ ഡിറ്റക്ട് ആൻഡ് കറക്റ്റ് സിംഗിൾ ബിറ്റ് എറേഴ്സ്, ഹാമിംഗ് കോഡ്. അടുത്ത ചോദ്യം, which type of parity is better for detecting burst errors? burst errors ഡിറ്റക്ട് ചെയ്യാൻ ഏറ്റവും നല്ലത് ഏതാണ്? അതിന് സിംഗിൾ പാരിറ്റി പോരാ, 2-dimensional പാരിറ്റി ഉണ്ടെങ്കിൽ, അതായത് റോയിനും കോളത്തിനും പാരിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് 2-dimensional പാരിറ്റി വെച്ച് burst errors ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ 2-dimensional parity which uses both row and column parity can be used for detecting burst errors. അടുത്ത ചോദ്യം, in parity check which type of error goes undetected? അപ്പോൾ പാരിറ്റി ചെക്കിൽ ആകെ എന്ത് എററെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ? സിംഗിൾ ബിറ്റ് എററെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. സിംഗിൾ ബിറ്റ് അല്ലെങ്കിൽ ഓഡ് നമ്പർ ഓഫ് ബിറ്റ് എറേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് പാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഈവൻ പാരിറ്റി ആണ് ചെക്ക് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഈവൻ നമ്പർ ഓഫ് വൺസ് എങ്ങനെ വന്നാലും, അതായത് 1 0 1 0 ഇതാണ് ട്രാൻസ്മിറ്റ് ചെയ്തത്. ഓക്കെ, എനിക്ക് വന്നത് എന്താണ്? 1 1 1 1. അപ്പോൾ ഇത് ഈവൻ പാരിറ്റി ആണ്, ഇതും ഈവൻ പാരിറ്റി ആണ്. 2 എറർ വന്നല്ലോ. ഓക്കെ, 2 ബിറ്റ് എറർ വന്നല്ലോ, 2 ബിറ്റ് എറർ വന്നു, ഇത് ഡിറ്റക്ട് ചെയ്യില്ല. ഈവൻ പാരിറ്റി ആണ്, ഈവൻ പാരിറ്റി ആണ്, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിരിക്കും. പക്ഷേ 1 0 1 0 ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ ഒരു ബിറ്റിലെ എറർ വന്നുള്ളൂ വിചാരിക്കുക. ഓക്കെ, ഈ 0 1 ആയി മാറി. അപ്പോൾ ഇവിടെ പാരിറ്റി എടുക്കുമ്പോൾ ഇത് ഈവൻ പാരിറ്റിയാണ്, ഇത് ഓഡ് പാരിറ്റിയാണ്. അപ്പോൾ മനസ്സിലായി, ഇവിടെ എന്തോ എറർ വന്നിട്ടുണ്ട്, ഒരു ബിറ്റ് എറർ വന്നിട്ടുണ്ടെന്ന് മനസ്സിലാവും. ഓക്കെ, അതേപോലെ തന്നെ ഒരു ബിറ്റ് എറർ അപ്പോൾ കണ്ടുപിടിച്ചു കേട്ടോ. 1 ബിറ്റ് എറർ കണ്ടുപിടിച്ചു, 2 ബിറ്റ് എറർ കണ്ടുപിടിച്ചിട്ടില്ല. ഇനി 3 ബിറ്റ് ഒന്ന് നോക്കി നോക്കാം. 3 ബിറ്റ് എറർ കണ്ടുപിടിക്കാൻ നോക്കാം. 1 0 1 0 വന്നു. ഇനി 0 1 0 0, അതായത് ഈ 0 മാത്രമേ കറക്റ്റായിട്ട് വന്നിട്ടുള്ളൂ, ബാക്കിയൊക്കെ 3 എണ്ണം തെറ്റിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇപ്പം എന്താണ് സംഭവിക്കുക നോക്കാം. ഇപ്പം നോക്കൂ, 1 0 1 0 ഉണ്ട്. 3 ബിറ്റ് എറർ വരുമ്പോൾ 0 ഇവിടെ വന്നു, 1 ഇതിന് പകരം വന്നു, ഇവിടെ 0 വന്നു, ഇവിടെയും 0 വന്നു. ഓക്കെ, അപ്പോൾ 3 ബിറ്റ് എറർ വരുമ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? ഇത് 1 0 1 0 എന്ന് പറയുമ്പോൾ ഈവൻ പാരിറ്റിയാണ്, 0 1 0 0 എന്ന് പറയുമ്പോൾ ഓഡ് പാരിറ്റിയാണ്. അപ്പോൾ അതും ഡിറ്റക്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ 1 ബിറ്റും 3 ബിറ്റൊക്കെ ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? ഓഡ് നമ്പർ ഓഫ് ബിറ്റ്സ് ഡിറ്റക്ട് ചെയ്യും. 2 ബിറ്റ് എറേഴ്സ് അല്ലെങ്കിൽ ഈവൻ ബിറ്റ് എറേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ സിംഗിൾ ബിറ്റ് എറർ കണ്ടുപിടിക്കാൻ പറ്റും, ഡബിൾ ബിറ്റ് എറർ കണ്ടുപിടിക്കാൻ പറ്റില്ല, ഓഡ് നമ്പർ ഓഫ് ബിറ്റ് എറേഴ്സും കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ വിച്ച് ടൈപ്പ് ഓഫ് എറർ ഗോസ് അൺഡിറ്റക്റ്റഡ്? ഡബിൾ ബിറ്റ് എറർ. ബി ആണ് ഉത്തരം കേട്ടോ. അപ്പോൾ ഡബിൾ ബിറ്റ് എറേഴ്സ് മേ റിസൾട്ട് ഇൻ പാരിറ്റി റിമൈനിങ് അൺചേഞ്ച്, സോ പാരിറ്റി കനോട്ട് ഡിറ്റക്ട് ദം. ഓക്കെ, അടുത്ത ചോദ്യം, അവസാനത്തെ ചോദ്യമാണ്. ഇൻ CRC ജനറേറ്റർ പോളിനോമിയൽ ഡിഫൈൻസ്. ജനറേറ്റർ പോളിനോമിയൽ എന്താണ് ഡിഫൈൻ ചെയ്യുന്നത് നോക്കാം. നമ്പർ ഓഫ് ഡാറ്റ ബിറ്റ്സ് അല്ല, ഡാറ്റ ബിറ്റുമായിട്ട് അതിന് ബന്ധമില്ല.
ചെക്ക് ബിറ്റ്സ്, അതെ. ആൻഡ് എറർ ഡിറ്റക്ഷൻ കേപ്പബിലിറ്റി, അത് ശരിയാ. എറർ എന്തോരം എറർ ഉണ്ട്, എറർ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ജനറേറ്റർ പോളിനോമിയലിൽ കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെ? നമ്മുടെ റിസീവറിൽ പോയിട്ട് ഇതേ ജനറേറ്റർ പോളിനോമിയൽ ഉപയോഗിച്ചിട്ട് ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ റിമൈൻഡർ 0 ആണോ നോക്കുക. 0 ആണോ? എറർ ഇല്ല. 0 അല്ലേ? എറർ ഉണ്ട്. ഓക്കെ, അങ്ങനെ വെച്ച് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ദിസ് ഇസ് ദി ആൻസർ. പാരിറ്റി ബിറ്റ് ടൈപ്പ് അല്ല, ആസ്കി റെപ്രസെൻറ്റേഷനും അല്ല. ഓക്കെ, അപ്പോൾ ബി ഇസ് ദ റൈറ്റ് ആൻസർ. അപ്പോൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ താങ്ക് യു.